നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം ചുറ്റിയ ഇബ്നു ബത്തൂത്ത പോലും അണിഞ്ഞിരുന്ന ഈ തൊപ്പി നൂറ്റാണ്ടുകളോളം കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഭൂഖണ്ഡങ്ങൾ താണ്ടി പല നാടുകൾക്കും പേരും പ്രശസ്തിയും നൽകിയപ്പോൾ പല രാജ്യങ്ങളുടെയും പൈതൃകങ്ങളുടെ നായികക്കല്ലായി മാറുകയായിരുന്നു കേരളത്തിലെ ഈ കൊച്ചു ഗ്രാമം. അന്ന് ഈ ഗ്രാമത്തിലെ മിക്ക മനുഷ്യരുടെയും കുലത്തൊഴിലായിരുന്നു ഈ തൊപ്പി തുന്നൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കേരളത്തിന് കാസർഗോഡിൻ്റെ ഒരു കൊച്ചു ഗ്രാമം നൽകിയ പൈതൃക കല എന്നും വിശേഷിപ്പിക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നലെ ഞങ്ങൾ ടെൻ്റ് ഇട്ടിട്ടുള്ളത് ഇവിടെ ആയിരുന്നു കേട്ടോ. ഒരു സ്കൂളിൻ്റെ മുറ്റത്താണ്. ഇവിടെ സ്കൂളിൻ്റെ മുറ്റത്ത് ഒരു സ്റ്റേജിലാണ് ഞങ്ങൾ ടെൻ്റ് ഇട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ കാറ് കിടക്കുന്നുണ്ട്, ഇവിടെ കാറ് കിടക്കുന്നുണ്ട്. കുറച്ച് അതിനോട് തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കണ്ടൽ കാടാണ് കേട്ടോ, നീണ്ടു നിവർന്ന കണ്ടൽക്കാട്. പിന്നെ ഇവിടെ കുറച്ച് ഈ സ്റ്റേജിൻ്റെ മുറ്റത്തായതുകൊണ്ട് ഇവിടെ കുറേ പട്ടികളൊക്കെ ഇവിടെ ഇന്നലെ രാത്രി കുറേ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു ഉറങ്ങുന്ന സമയത്തൊക്കെ. പിന്നെ ഈ തളങ്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഈ ടെൻ്റ് ഇട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ മാലിക്കും ദിനാർ പള്ളീൻ്റെ 2-3 മുനാരങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ മോർണിംഗിൽ തന്നെ ഞങ്ങളിവിടെ പിന്നെ സ്റ്റേ ചെയ്തിരുന്ന തൊട്ടടുത്ത് തന്നെ നമ്മളൊരു പിന്നെ ഇച്ചനെ ഇവിടെ കണ്ടിട്ടുണ്ട്. പേര്? എൻ്റെ പേര് ഷെഫീഖ്. ഓക്കെ. സംഭവം എന്ന് വെച്ചാൽ നമ്മളിവിടെ പിന്നെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇച്ച ഇവിടെ ഇങ്ങനെ ജോഗ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഫ്രഷപ്പ് ആയത് ഇതാ ഷെഫീഖ്ച്ചൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. നേരത്തെ നിങ്ങൾ അവിടെ കണ്ടില്ലേ, ഞങ്ങൾ അപ്രതീക്ഷിതമായി നമ്മൾ ടെൻറ്റിൻ്റെ അടുത്തുനിന്ന് പരിചയപ്പെട്ടെ. അപ്പോൾ അതാ അവരെ വീട്ടിലിവിടെ എത്തിയപ്പോഴേ ഇവിടെ നല്ല രസകരമായൊരു ത്രെഡ് ഡ്രോയിങ് കാണുന്നുണ്ട്. അവരെ വീട്ടിലുള്ള ആരോ ഫാമിലിയിൽ ആരോ ചെയ്തതാണ്. നല്ല രസകരമായിട്ടുള്ളൊരു ഡ്രോയിങ്. ഇന്ന് ഫുഡപ്പോൾ ഷെഫീഖ്ച്ചൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. മോർണിംഗിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഷെഫീഖ്ച്ച അതെന്താ സാധനം? ഇത് പഴം കൊണ്ട് ഇങ്ങനെ വെറൈറ്റി ഉണ്ടാവും. ഒന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ എന്താണ് ഇനി ഉണ്ട് നോക്ക്, വെറൈറ്റി ആണോ? ഇത് ആദ്യമായിട്ട് എങ്ങനത്തെ ഇമ്മത്തെ സാധനം തിരക്ക് ഒരു ഇറച്ചിപ്പത്തിലുണ്ട്. ആ സെയിം ഇറച്ചിപ്പത്തിലിൻ്റെ അതേപോലെ തന്നെയാണ്, പക്ഷേ അതിന് പകരം ബനാന യൂസ് ചെയ്യും എന്ന് മാത്രം. അങ്ങനത്തെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകേണ്ടത് തളങ്കര തൊപ്പി എന്ന് പറയുന്ന ഒരു തൊപ്പി ഉണ്ട് കേട്ടോ. തലയിൽ തൊപ്പി നോക്കണ്ട, ഇത് ആ തൊപ്പി ഈ തൊപ്പി തമ്മിൽ യാതൊരു ബന്ധമില്ല, അത് വേറെ തൊപ്പിയാണ്. അപ്പോൾ ആ തൊപ്പിയെ പരിചയപ്പെടുത്തലും, കാരണം ഇവിടുത്തെ കാസർഗോഡുകാര പഴയ കാലം മുതലേ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു തൊപ്പിയാണ് ഈ തളങ്കര തൊപ്പി. അപ്പോൾ അതിൻ്റെ കഥകളും അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അവിടേക്ക് വിടാം. ഈ തൊപ്പിയിലേക്ക് എത്തിപ്പെടുമ്പോൾ മാലിക് ഇബ്നു ദിനാറിൻ്റെ കാലഘട്ടങ്ങളിൽ കൂടെ ഈ തൊപ്പിയുടെ പൈതൃകം കടന്നുപോയിരുന്നു. അന്ന് ഈ ഗ്രാമവാസികൾ ദിവസങ്ങളോളം എടുത്തായിരുന്നു ഓരോ തൊപ്പിയും തുന്നിച്ചേർത്തിരുന്നത്. ഇന്നവർ സമ്പന്നതയിലേക്കും പ്രൗഢിയിലേക്കും എത്തി നിൽക്കുമ്പോൾ അന്ന് ഈ ഗ്രാമവാസികൾ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ഈ തൊഴിൽ ചെയ്തിരുന്ന കാലം, ഒരു കാലഘട്ടത്തിൻ്റെ പൈതൃകമായിരുന്നു അന്ന് തുന്നിച്ചേർത്തിരുന്നത് എന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ പൈതൃക കല ഒരേ ഒരു വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്നു. ആ പൈതൃകം തേടി, ആ വീട് തേടിയാണ് ഞാൻ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകപ്രശസ്തമായ തളങ്കര തൊപ്പിയെക്കുറിച്ച് അറിയാനും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും അതെങ്ങനെ മേക്ക് ചെയ്യുന്നതിനൊക്കെ കുറിച്ച് അറിയുന്ന ഒരു ഭാഗമായിട്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് കേട്ടോ. ഈ വീട്ടിലാണ് ഇതിൻ്റെ തുടക്ക കാലഘട്ടം. ഇവിടുത്തെ ട്രഡീഷണലായിട്ട് ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ട്രഡീഷൻ ഉണ്ടല്ലോ, കൈത്തറി ആണെങ്കിലും പിന്നെ അത്തരത്തിലുള്ള കലാപരമായിട്ടുള്ളതാണ് എല്ലാ ഇതിനും അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഏകദേശം ഒരു വർഷങ്ങൾ പഴക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനാണ് നമുക്ക് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ ഇവിടെ ഇവിടെ ഇച്ച ആ ഒരു തൊപ്പിൻ്റെ എനിക്ക് തോന്നുന്നുണ്ട്, ആ തൊപ്പി തന്നെ തോന്നുന്നത്. ഇവരെ നമുക്ക് ആ തളങ്കര തൊപ്പി എന്താണെന്നും അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് പോകുന്നത്. മേലോട്ട് പോയി നോക്കാം.
ഈ സാധനം കൊണ്ട് വരച്ചെടുക്കുന്നത്. ഇത് ഈ സാധനം കൊണ്ട് ഇങ്ങനത്തെ ഇതാണ് അച്ച്. ഡിസൈൻ മോഡലിന്റെ ഓരോ മോഡലിന്റെ ഇത് അച്ചാണ്. അത് നമ്മൾ ചിത്രം വരച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇത് പഴയ കാലത്ത് പെണ്ണുങ്ങളാണ് ഇത് ജോലി ചെയ്യുന്നത്. ആണുങ്ങൾ കുറവാണ്. ഉണ്ടാവില്ല എന്നല്ല, ഇതുപോലെ ബലിപ്പല ഉണ്ടാകുന്ന സമയത്ത് ആണുങ്ങളുണ്ട്, ഇല്ലാന്നല്ല. ഇപ്പം നമ്മളെ കാലം വരുമ്പോഴേക്ക് പെണ്ണുങ്ങളാണ് ഇത് കൂടുതൽ ചെയ്തുകൊണ്ടായത്. ഈ പെണ്ണുങ്ങളൊക്കെ അത് മരിച്ചിട്ടും ഒഴിവായിട്ട് പോയി. ഇപ്പം ചെയ്യാൻ ആരുമില്ല. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, ഇത് കൂട്ടി ഇങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരിത് ഇതിൻ്റെ മുകളിൽ നൂലടിച്ചിട്ട് തരും. ഈ കാലി ശീലമല ഇങ്ങനെ വരക്കും. കാലി ശീലമല വരച്ചു. ഇതിനെന്ത് ശീലമാണെന്നുണ്ടോ? ഇതെല്ലാം കംപ്ലീറ്റ് കോട്ടനാണ്. കോട്ടൺ, പ്യൂർ കോട്ടൺ. പ്യൂർ കോട്ടൺ. പിന്നെ ഇതിൽ വെക്കുന്ന നൂലും പ്യൂർ കോട്ടനാണ്. അതിന് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്യുന്നത് പ്രത്യേക നൂലായിരിക്കണം എന്നൊക്കെ. അതുണ്ട്, ഇതിന് പ്രത്യേകത ഉണ്ട്. ഇത് കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന നൂലാണ്. അല്ലാത്ത നൂലുകൊണ്ട് ചെയ്താൽ ഇത്ര ഇത് കിട്ടൂല. ഇല്ല, ഇത് കിട്ടിയില്ല. കോട്ടൺ നൂലാണ്. ഇപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ ഇന്നലെയുള്ള സംഗതിയല്ല. ബത്തൂത്താന്റെ കാലത്തോട്ട് ഈ സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ. ഇബ്നു ബത്തൂത്ത. ഇബ്നു ബത്തൂത്താന്റെ കാലത്ത് ലോകം ചുറ്റി ഇബ്നു ബത്തൂത്ത. ഈ കാലത്ത് ആ പെണ്ണുങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇത് തുളയെടുക്കുന്ന പെണ്ണുങ്ങൾ എടുത്തു പോകും. പിന്നെ ഇത് നൂല് വലിച്ചിട്ട് വരും. അതായത് ഓരോ സെക്ഷനും വ്യത്യസ്ത ആളുകളാണ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു സീക്രസിയും ഇതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ. കാരണം ഇപ്പൊ ഒരു ഇത് ഈ ഹോൾസെയിൽ ഉണ്ടാവർക്ക് അതിനെ കുറിച്ച് മാത്രം നോളജ് ഉണ്ടാവുള്ളൂ. അതേപോലെ ഈ ഒരു സെക്ഷൻ ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ച് മാത്രം നോളജ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു വളരെ വ്യത്യസ്തത തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇത് ഒന്നിച്ച് ഒരു ആളുണ്ടാക്കൂല, പല ഭാഗങ്ങളായിട്ട് പല ആളുകളായിരിക്കും ഉണ്ടാക്കുക. ഇപ്പൊ അതിന്റെ ആൾക്കാരിൽ കുറഞ്ഞു പോയി. ഇപ്പൊ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇതിന് ഡിസൈൻ അടിച്ചു കൊടുക്കുന്നത്. ശരിക്കും ഇതിനെന്താ പറയാ? ഈ ഒരു ഇത് മാത്രമേ കണ്ണ് വലിക്കുന്നത്. കണ്ണ് വലിക്കുക, അതായത് തളങ്കര തൊപ്പിന്റെ കണ്ണ് വലിക്കുക. പിന്നെ ഇതിനൊക്കെ ഓരോന്നിനൊരു പേരുണ്ടോ? ഇത് തിരിവലിക്കുന്നത്. ഇത് തിരിവലിക്കുന്നത്. ഈ കണ്ണ് വലിക്കുന്ന ആളെ, അല്ലെങ്കിൽ നമ്മൾ വർക്കറൊക്കെ നോക്കുകയാണെങ്കിൽ കണ്ണ് വലിക്കുന്ന ആളെ കിട്ടുമോ, അല്ലെങ്കിൽ തിരിവലിക്കുന്ന ആളെ, അങ്ങനെയാണ് പറയാ, അങ്ങനെയാണ് അറിയപ്പെടും. പിന്നെ ഈ ഇതിനെന്താ പറയാ ഈ ഭാഗത്തിന്? ഇത് തന്നെ, ഇത് കണ്ണ് വലിക്കുന്ന തന്നെ. ഇത് കാണില്ല, എയർ പോവാനുള്ള. ഓക്കെ. കാരണം പ്യൂർ കോട്ടൺ ആകുമ്പോഴേ തലക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സുഖം കിട്ടാനൊക്കെ ഇങ്ങനെ പറ്റുള്ളൂ അല്ലേ? നോക്കി, ഇങ്ങനത്തെ ഒരു തൊപ്പി ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? ഒരു 10 ദിവസം. 10 ദിവസം എടുക്കും ഒരു തൊപ്പി ഉണ്ടാക്കാൻ 10 ദിവസം ഉണ്ടാവും. കാരണം അപ്പം അത് എത്രമാത്രം നീ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ അറിയാം. ഇതൊക്കെ ഹാൻഡ് മെയ്ഡാണ്, കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ഉണ്ടോ. ഇത് കണ്ണു വലിക്കുന്നത്. പിന്നെ കൂടുതൽ ഇതിന്റെ മേക്കിങ്ങിൽ ഏറ്റവും റിസ്ക് വരുന്ന സെക്ഷൻ എവിടെയാണ് വരുന്നത്? റിസ്ക് വരുന്ന സാധനം ഇപ്പൊ ഇതാണ്. ഈ ഒരു ചെറിയ ഇത് ഹാൻഡ് മെയ്ഡാണ്. ഇത് റിസ്ക് വരുന്നത് ഇത് മാത്രമാണ്. അപ്പൊ അതായത് ഹാൻഡ് മെയ്ഡ് ചെയ്തെടുക്കലാണ് ഏറ്റവും വലിയ റിസ്ക് ഉള്ള കാര്യമില്ലേ? നിങ്ങൾ ഡിസൈൻസുകൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത ഡിസൈൻസുകളായിട്ടാണ്. അതെ, നമുക്ക് ഒരു പുതിയ ഡിസൈൻ വന്നു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കും. ഏറ്റവും പഴയ ഏറ്റവും ട്രഡീഷണൽ, ഇതിന് ഓരോ തൊപ്പിക്ക് ഓരോ പേരുണ്ടാവും. ഇന്ന തൊപ്പിക്ക് എനിക്കിപ്പോ അറിയുന്നത് കട്ടിത്തൊപ്പി, തളങ്കര തൊപ്പി, കണ്ണൻ തൊപ്പി. അതെങ്ങനെ, എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാവുക? അത് കട്ടിത്തൊപ്പിക്ക് ഈ ഡിസൈൻ വരുന്നതുകൊണ്ട് അത് വ്യത്യാസമാണ്. പിന്നെ ഇത് കണ്ണൻ തൊപ്പിക്കുള്ളത് ഫുൾ ഹാൻഡ് മെയ്ഡാണ്. ഇത് കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് കണ്ണൻ തൊപ്പി ഇത് വരും. പിന്നെ പേര് ഒന്നാമത് ഒമാൻ തൊപ്പി എന്ന് പറയും. ഒമാനിയാണ് ഉപയോഗിക്കുന്ന തൊപ്പി. ഒമാനിൽ അവരെന്തൊരു കുമനോ എന്തോ പേരുള്ള ഒരു തൊപ്പി ഉണ്ടല്ലോ. ഇത് ഒമാനി തൊപ്പിയാണ്. ഇത് ഇപ്പൊ അവര് പുതിയ മോഡൽ അവർ സ്വന്തം ഉണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും പഴയ കാലത്ത് നിന്ന് അത് ഈ തളങ്കരയിൽ നിന്നാണ് ഒമാനിലേക്കൊക്കെ കയറ്റി പോകുന്നത്. ആ തൊപ്പി എങ്ങനെയാണ് ജസ്റ്റ് നിർമ്മിക്കുന്നത് കാണിച്ചു തരാൻ പോകുന്നുണ്ടോ അവര്? ഇത് എങ്ങനെയാണ് അതിൻ്റെ സാൻഡ്വിച്ച് ജോയിൻ്റ് ചെയ്യുന്നതും. കാരണം ഇത് ഒരു ദിവസമൊന്നുമല്ല, കാരണം ദിവസങ്ങളോളം എടുത്ത് ഏകദേശം ഒരു തൊപ്പി നിർമ്മിക്കാൻ തന്നെ 10 ദിവസം എടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കും. അപ്പം മാത്രമല്ല ഇതിൽ ഓരോ ഭാഗങ്ങൾ ഉണ്ടാക്കാനും, ഇപ്പോൾ ഈ ഒരു ലെയർ, ഈ ഒരു ഭാഗമാണെങ്കിൽ ഈ ഒരു ഭാഗം ഇതുണ്ടാക്കാൻ ഒരു ആളായിരിക്കും. അതേപോലെ ഈ തൊപ്പിൻ്റെ ഈ കണ്ണുണ്ടല്ലോ, ഇതുണ്ടാക്കാൻ ഒരാളായിരിക്കും. അതേപോലെ ഓരോ ഏരിയകളും ചെയ്തെടുക്കാൻ ഓരോരോ വ്യക്തികളാണ് കേട്ടോ. അപ്പം അങ്ങനെ ചെയ്തെടുത്ത് ഇതുപോലത്തെ ഒരു തൊപ്പിയായി വരുമ്പോൾ 10 ദിവസം ഏകദേശം സമയമെടുക്കും. ഉണ്ടോ ഈ തൊപ്പിൻ്റെ ഒരു വർക്ക് ഉണ്ടോ? ഇതൊക്കെ ഡിഫറെൻറ്റ് ഡിസൈൻസുകൾ, അപ്പോൾ വ്യത്യസ്ത ഡിസൈൻസുകളാണിത്. പഴയ കാലത്ത് ഒമാനികളൊക്കെ പിന്നെ ശരിക്കും നമ്മൾ ഒമാൻ തൊപ്പി എന്ന് പറയുമ്പോൾ ശരിക്കും ഒമാൻ്റെ അല്ല തൊപ്പി.
പറ്റി. ശരിക്ക് ഇത്തരത്തിൽ ഇവിടുന്ന് തളങ്കരയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഇബ്നു ബത്തൂത്തയുടെ കാലഘട്ടം മുതൽ തന്നെ കാസർഗോഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് തുണിത്തരങ്ങളൊക്കെ പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതേപോലെ സിമെൻറ്റ്, അതുപോലെ ഓട്, മരം, ഇതൊക്കെ അതേ കാലഘട്ടത്തിൽ ഇവിടുന്ന് കയറ്റി അയച്ചിരുന്ന ഒരു പ്രോഡക്ട്സാണ് ഇത്തരത്തിലുള്ള തൊപ്പികൾ. ദിവസങ്ങളോളം ഇരുന്നിട്ടായിരുന്നു അന്നത്തെ ആളുകൾ ഇത് ഉണ്ടാക്കിയിരുന്നത്. ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വ്യത്യസ്ത ഓരോ പാർട്സും ഉണ്ടാക്കാനും ഈ തൊപ്പിയിലെ ഓരോ ഭാഗങ്ങളും ഉണ്ടാക്കാനും ഓരോരോ വ്യക്തികളായിരിക്കും. ആള് ഒറ്റയ്ക്കല്ല ഒരു തൊപ്പി ഉണ്ടാക്കുന്നത്. അതായത് ഒരു തൊപ്പി നമ്മൾ ചിന്തിക്കണം, ഒരൊറ്റ തൊപ്പി ഉണ്ടാക്കാൻ ഒരാൾ മാത്രമല്ല ഇരുന്നിട്ടല്ല. കാരണം നിരവധി ആളുകളുടെ വർക്കിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ് ഒരു തൊപ്പി എന്ന് പറയുമ്പോൾ. പിന്നെ ഈ തൊപ്പി നിർമ്മിക്കുക എന്ന് പറയുമ്പോഴേ ആദ്യം നിർമ്മിക്കുന്നത് ഇത്തരത്തിലുള്ള സൈഡുകളാണ്. ഈ സൈഡുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ ദിവസങ്ങളോളം എടുക്കും. ശരിക്കും ദിവസങ്ങളോളം എടുത്തിട്ടാണ് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതേപോലെ ഈ ഒരു സൈഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് ദിവസങ്ങളോളം എടുത്തിട്ടാണ്. പക്ഷേ ജോയിനിങ് ഉണ്ടല്ലോ, തൊപ്പിൻ്റെ ജോയിനിങ് എന്ന് പറയുന്നത് വളരെ ഈസിയസ്റ്റാണ്. ആകെ മെഷീൻ്റെ പണി വരുന്നത് മെയിൻ ജോയിനിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ്. ഇവർക്ക് ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ മെയിൻ തിങ്സ്. ഈ ഹാൻഡ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ജോയിൻ ചെയ്യാൻ പറ്റും. കേട്ടോ, ഇതിപ്പോൾ അവർ ജോയിൻ ചെയ്യാണ്. ഹാൻഡ് വർക്കൊക്കെ ദിവസങ്ങളോളം ഇരുന്ന് ചെയ്തതാണ് ഇതിട്ടോ. അതൊന്നും നമ്മൾ കാണുന്നില്ല ഇവിടെ. കാരണം ഇത് ഈ ജോയിനിങ് വളരെ ഈസിയുള്ള പരിപാടിയാണ് അല്ലേ? അങ്ങനെയല്ല, ഈ ജോയിനിങ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് അല്ലേ? അതായത് ഈ ഫസ്റ്റിലുള്ള വർക്കിംഗ് ആണല്ലോ റിസ്ക് ഉള്ള കാര്യം. അതെ. അത് കണ്ടോ, അത് ഫോൾഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടേക്ക് അത് ഫോൾഡ് ചെയ്യും. ജോയിൻ ചെയ്യാൻ വേറെ നൂലാണോ, അത് ആ സെയിം നൂല് തന്നെയാണോ അവിടെ യൂസ് ചെയ്യുന്നത്? ജോയിൻ ചെയ്യാൻ സാധാരണ നൂല് തന്നെ യൂസ് ചെയ്യും, സാധാരണ നൂല് യൂസ് ചെയ്യും. പക്ഷെ കൈത്തറി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നൂല് തന്നെ വേണം. അത് കോട്ടൺ നൂല് ചെയ്യുന്നില്ല. കാരണം ഇത് ശരിക്കും നിങ്ങളുടെ നാടിൻ്റെ ട്രഡീഷനായി നിലനിർത്താൻ അതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ഇതിനിപ്പോൾ നിങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതും ഇതിന് ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ, അതോ ഇതിൻ്റെ ഈ കലയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണോ, എങ്ങനെയാണ്? ഇപ്പോൾ ഈ കലയെ നിലനിർത്താൻ വേണ്ടി മാത്രം, അതാണ് നിങ്ങളെ മെയിൻ ലക്ഷ്യം. കാരണം നിങ്ങളുടെ കാലഘട്ടത്തിന് ശേഷവും ഇത്തരത്തിലൊരു തളങ്കര തൊപ്പി എന്ന് പറയുന്ന ലോകം അറിയപ്പെടുന്ന തൊപ്പി നിലനിൽക്കണം എന്നുള്ള ഇതാണ് ജോയിൻ ചെയ്ത തൊപ്പി ആയി കഴിഞ്ഞു അല്ലേ? കണ്ടോ, അതായത് ഇത്രയേ ഉള്ളൂ പണിയെന്ന് നമുക്ക് തോന്നും. പക്ഷേ 10 ദിവസത്തെ പണി ഇതിയുമുണ്ട്. കണ്ടോ, കാരണം ഇവർ 10 മിനിറ്റ് മതി ഒരു പക്ഷേ ഇത് 2 പീസുകൾ ജോയിൻ ചെയ്യാൻ. പക്ഷേ 10 ദിവസത്തെ പണിയാണ് തൊപ്പിമ വരുന്ന വർക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതാണ് തളങ്കര തൊപ്പി. ലോകം ഒരുപാട് കാലങ്ങളായിട്ട് ലോകം ചുറ്റിയ ഇബ്നു ബത്തൂത്തയുടെ കാലം മുതൽക്കേ കാസർഗോഡ് തളങ്കരയിൽ നിന്ന് ഈ തൊപ്പി പോയിക്കൊണ്ടിരുന്നതായിരുന്നു. കാരണം കണ്ടോ, ഇത്രയും ഇതാണ്. കാരണം പൊതുവെ ഒമാനികളൊക്കെ ഉപയോഗിക്കുന്നത് ഈ തൊപ്പിയാണ്. ശരിക്കും ഒമാനിലെത്തുമ്പോൾ അതിൻ്റെ പേര് മാറുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ഉദ്ഭവം ഇവിടുന്ന് തന്നെയാണ് അത് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഇതാണ് തളങ്കര തൊപ്പി. ഇത് തളങ്കര തൊപ്പി കണ്ടോ, ഇത് ശരിക്കും തളങ്കര തൊപ്പി. ആദ്യം തളങ്കര തൊപ്പി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഫസ്റ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് ഡിസൈൻസുകൾ ഉണ്ടാവും. ഈ ഡിസൈൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് തളങ്കര തൊപ്പി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് വെച്ചാൽ, ആദ്യം ഇത്തരത്തിലൊരു ഡിസൈൻസ് ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഡിസൈൻസുകൾ, ഇതൊക്കെ വ്യത്യസ്ത ഡിസൈൻസുകളാണ്. ഈ ഇങ്ങനെ കേട്ടോ, ഇതൊക്കെ ഡിസൈനുകളാണ് കണ്ടോ, ഇതൊക്കെ ഡിസൈനുകളാണ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഇതുപോലെയുള്ള ക്ലോത്ത് എടുക്കും. കോട്ടൺ ക്ലോത്തുകളാണ് എടുക്കുക. ഇതിനായിട്ട് പ്രത്യേക ക്ലോത്തുകൾ തന്നെ ഉണ്ട് കേട്ടോ.
കാരണം ആ ക്ലോത്തുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഉള്ള ഡ്രോയിങ്സുകൾ വെച്ചിട്ട് വരക്കും ആദ്യം. കാരണം ഇത് പറഞ്ഞാൽ ചെറിയ പണിയല്ല. കാരണം ഇതാണ് ഈ ഒരു തളങ്കര തൊപ്പി ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ സ്റ്റെപ്പ് ഇതാണ്. ഇതുപോലെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റായിട്ട് ഷേപ്പിൽ എടുക്കും. അതിനുശേഷം പണി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നീട് ഇതിൽ ഡ്രോയിങ് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. പല വ്യത്യസ്തമായിട്ടുള്ള അത് പല ഡിസൈൻസുകൾ, പല ടൈപ്പ് ഓഫ് ഡ്രോയിങ്സുകളുണ്ട്. ആ ഡ്രോയിങ്സുകൾ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ ട്രെൻഡ്, പക്ഷേ ഏത് ട്രെൻഡ് വന്നാലും അതിലൊക്കെ ഒരു ട്രഡീഷന് അവർ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഡിസൈൻസുകളൊക്കെ കാണുമ്പോൾ. കാരണം സൈഡിലുള്ള ഡിസൈൻസുകളാണ് ഈ ഡിസൈൻസുകളുണ്ടോ. ഇതുപോലെ ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ഇതിലൂടെ സ്റ്റിച്ച് വിടും. കാരണം ഇതിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടും സ്റ്റിച്ച് പോവും, അതേപോലെ മെഷീൻ സ്റ്റിച്ചും പോവും. ഇതിൽ ഏറ്റവും പ്രചാരത്തിലുള്ള ഏറ്റവും ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പൊന്നും മെഷീനില്ല. അന്നത്തെ കാലത്തൊക്കെ ഇത് കൈകൊണ്ട് ഇതിങ്ങനെ വരച്ചോണ്ട് എടുക്കും. പിന്നീട് അതിന് മേലെ കണ്ടോ അതിൽ ഫില്ല് ചെയ്ത് തുടങ്ങും. ഇതുപോലെ പിന്നെ ക്ലോത്ത് ഫില്ല് ചെയ്ത് തുടങ്ങും. പിന്നീട് ഈ ഫില്ല് ചെയ്തതിന് ശേഷം കണ്ടോ ഇതൊക്കെ ഓരോ അതാണ്. ഇതും ഹാൻഡ് മെയ്ഡ്, കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് വരിക. വളരെ റെയർ ഏരിയകൾ മാത്രം ജോയിനിങ്ങും മാത്രമേ ഇതിൽ പിന്നെ മെഷീൻ ഉപയോഗിക്കുന്നുള്ളൂ. കണ്ടോ ഇത്തരത്തിൽ ജോയിൻ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം കൂടെ എന്ന് വെച്ചാൽ ഈ ഒരു ഇതിൻ്റെ വർക്കിങ്ങിൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് അതുപോലത്തെ മറ്റൊരു ക്യാപ്പാണ്, തൊപ്പിയാണ്, പിന്നെ തളങ്കര തൊപ്പിയാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താ വെച്ചാൽ വളരെ റെയറായിട്ട് മെഷീൻ ഉപയോഗിക്കുള്ളൂ. കാരണം 10 ദിവസമൊക്കെയാണ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്നത് 10 ദിവസം. പിന്നെ മാത്രമല്ല ഇതിന് പ്രത്യേക തരം നൂലുപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതേപോലെ ആദ്യം ഇതിൻ്റെ സൈഡിൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ടോപ്പിൻ്റെ പണിയാണ്. ഈ ടോപ്പ് സൈഡ് ഇതുപോലെ ചെയ്തെടുക്കും. അതും ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ഏകദേശം ഒരു 10 ദിവസം എടുക്കും. അങ്ങനെ ഏകദേശം ഒരു 10-20 ദിവസത്തെ വർക്കാണ് ഇതിൽ വരുന്നത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇപ്പോൾ കണ്ടില്ലേ ഇതുപോലെ അവർ ചെയ്ത പോലെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഒരു 10 മിനിറ്റിൻ്റെ ജോയിനിങ്, അതിന് മെഷീൻ്റെ ആവശ്യമുണ്ട്. പഴയ കാലത്ത് മെഷീൻ ഉപയോഗിക്കാറില്ലായിരുന്നു, അന്ന് മെഷീൻ്റെ ഇതില്ല. ഇത് കണ്ട ഇതാണ് ആ തൊപ്പിയുടെ ടോപ്പ് വശം എന്ന് പറയുമ്പോൾ കണ്ട ഇതൊക്കെ വെറൈറ്റി ഡിസൈൻസുകളാണ്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് അല്ലാത്ത ഒരു ഡിസൈൻസും ഇതിൽ ഉണ്ടാവില്ല. കാരണം കണ്ട ഒരു 10 ദിവസം ഇതേപോലെ തന്നെ മുകൾ വശത്തിനും 10 ദിവസത്തോളം വർക്ക് വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻസുകളും അറബിക് ട്രഡീഷണൽ ആർട്ടുകളോട് താരതമ്യം ചെയ്യുന്ന മഷ്റബിയ ഡിസൈൻസുകളാണ് കൂടുതലും ഇമ്പോർട്ടൻസ് ചെയ്യപ്പെടുന്നത്. എന്താ പറയുക, ഈ തൊപ്പി ഉണ്ടല്ലോ തളങ്കര തൊപ്പി, ഇത് നിങ്ങൾ ഇത്രയും ആയിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ ഇത് പരിചയപ്പെടുത്തിയൊക്കെ തന്നല്ലോ. ശരിക്കും എന്താണ് ഇത്രയും ഒരു ഇൻട്രസ്റ്റ് ഇതിൽ കാണിക്കാനുള്ള കാരണം? ഒരു പ്രോഫിറ്റബിൾ ആയിട്ടാണോ, ലാഭം പ്രതീക്ഷിച്ചിട്ടാണോ, എന്താണ് ശരിക്കും? ഇത് ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല, പിന്നെ ഇത് നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ തനതായ കല ശൈലി ഏകദേശം 1000ങ്ങളോളം വർഷം പഴക്കമുള്ള കലയെ നിലനിർത്താൻ മാത്രമാണ് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആരെങ്കിലും ആവശ്യപ്പെട്ട് വന്നാൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും? കൊടുക്കാം. എത്ര ക്വാണ്ടിറ്റി ആണെങ്കിലും എത്രയും കൊടുക്കാൻ പറ്റും? എത്രയും കൊടുക്കാൻ പറ്റില്ല, നമ്മളുടെ ഇപ്പോഴുള്ള സ്റ്റോക്ക് കൊടുക്കാം. ഇത് അത്യാവശ്യം എങ്ങനെയാണ്, കോസ്റ്റ്ലി തൊപ്പിയാണ്? കാരണം അത്രയും ദിവസങ്ങൾ പണി വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. ഇവരൊക്കെ ഇത് പാരമ്പര്യം നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. 10-20 ദിവസം ഒരൊറ്റ തൊപ്പിയിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ അത് എത്രമാത്രം ഈ ഒരു കലയെയും ഈ ഒരു സംസ്കാരത്തെയും ഇവർ ഇമ്പോർട്ടൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തളങ്കര തൊപ്പിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അറിയാൻ കഴിഞ്ഞു കേട്ടോ. നമ്മളെ കൂടെ ഇന്ന് സജീവമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഷഫീഖ് ഷാ. ഇന്ന് അപ്രതീക്ഷിതമായി നമ്മൾ ഷഫീഖിനെ കാണുകയായിരുന്നു കേട്ടോ. അതെ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരുപാട് രസകരമായ ഒരുപാട് നല്ല അറിവുകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.